നിന്നെപ്പോലുള്ള മണ്ടന്മാർ കാണിക്കുന്ന ഓരോ തോന്നിവാസം കാരണം ബാക്കിയുള്ള ആളുകൾക്ക് പോലും മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ പൊന്നു സായിപ്പ് സഹോദരന്മാരെ, നിങ്ങൾ ദയവ് ചെയ്ത് അത് ഹിന്ദുക്കളുടെ മുന്നിൽ വെച്ച് കെട്ടരുത്. അതവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊന്നുമല്ല ഇവന്മാരെ. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. ഈ മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓരോ ആചാരങ്ങൾ, ഓരോ സംസ്കാരങ്ങൾ, ഓരോ അനുഷ്ഠാനങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ഭക്ഷണ രീതി, ഇതൊക്കെയുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആചാരങ്ങൾ നടപ്പിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെ നിയമം നമുക്ക് അധികാരം തരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം അത് വിനിയോഗിക്കാൻ. നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം. ഞാനിപ്പോൾ റോഡിലൂടെ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ്, ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ പോകുന്ന റോഡിൻ്റെ നടുക്കൂടെയാണ്. എൻ്റെ പുറകിൽ വരുന്ന ആൾക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു, റോഡിലൂടെ വാഹനം ഓടിക്കുന്നു, എനിക്ക് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ പുറകിൽ ഉള്ള ആൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അയാളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹനിക്കുകയല്ല, അയാളുടെ അവകാശത്തെ ഞാൻ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്. അതേസമയം ഞാൻ സൈഡിലൂടെ പോകുന്നു, അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു. അത് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നില്ല, അയാളുടെ അവകാശത്തെ നിഷേധിക്കുന്നില്ല. ഇങ്ങനെ വേണം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ഒരു ഫൈറ്റ് നടക്കുന്നതാണ് ഒരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ സ്വയം വിവരം ഉണ്ടെന്ന് ധരിക്കുന്ന ചില മണ്ടന്മാർ അങ്ങ് ലണ്ടനിൽ ചെന്നു. അവിടെ ചെന്ന് അവരൊരു ഹോട്ടലിൽ കയറി, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മളൊക്കെ സാധാരണ എന്തിനാ കയറാറുള്ളത്? അതിന് തന്നെ, ഭക്ഷണം കഴിക്കാൻ. അവിടെ ചെന്നു, ചെയറിലിരുന്നു, ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന മെനു കാർഡ് എടുത്തു നോക്കി. മെനു കാർഡിൽ നോക്കിയപ്പോൾ ബീഫ് അവിടെ ഭക്ഷണമായി വിളമ്പുന്നു. മെനുവിൽ പോത്തിനെ കണ്ട ഈ ഇരുകാലികളായ പോത്തുകൾ ഉടൻ തന്നെ അവിടെ നിന്ന് ചെയ്തത് എന്താണെന്നറിയോ? ആ ചെയ്തതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മെനു കാർഡിൽ ഈ ബീഫ് എന്ന ഭക്ഷണം ഉള്ളത് കണ്ടപ്പോൾ ഇവർ കലിപ്പായി ഇവർ എന്ത് ചെയ്തു? ഉടനെ എണീറ്റ് കൗണ്ടറിലേക്ക് വന്നു. അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു, അടിച്ചു പൊട്ടിക്കുക, പിന്നെ അവിടെയുള്ള സ്റ്റാഫിനെ പിടിച്ചടിക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. സായിപ്പന്മാരല്ലേ, വെറുതെ വിടുവോ? കണക്കിന് കിട്ടിയിട്ടുണ്ട്. സ്വന്തം നാടാണ്, സ്വന്തം വീടാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവന്മാർ ഈ പരിപാടി കാണിക്കുന്നത്. അതിന് കിട്ടി, നല്ല ഇട്ടി കാരണത്തിൽ തന്നെ കിട്ടി. പക്ഷെ അവിടുത്തെ ഈ സായിപ്പന്മാരായ സഹോദരങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരായ ഹിന്ദുക്കളാണ് ഈ വൃത്തികേട് അവിടെ കാണിച്ചിരിക്കുന്നതെന്നാണ്. എൻ്റെ വിദേശ സഹോദരന്മാരെ, സഹോദരികളെ, ദയവായി ക്ഷമിക്കുക. അത് ഹിന്ദുക്കളല്ല. ഇന്ത്യയിൽ എല്ലാവരും ഒരു മതേതരത്വ രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അവിടെ ചില ക്രിമികൾ, അതാരൊക്കെയാണെന്ന് നമ്മൾ പറയണ്ട, ഈ വീഡിയോ കാണുന്നവർക്കറിയാം. അവർ കാണിക്കുന്ന ഈ വൃത്തികേട് കാരണം, ഈ മണ്ടത്തരം കാരണം ലോകത്തെല്ലായിടത്തുമുള്ള ഇന്ത്യക്കാർക്ക് ഈ പഴി കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഒരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറൊരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കാതെ വേണം ഉപയോഗിക്കാൻ. ഇവിടെ എന്താ കാണിച്ചത്? ഇപ്പം ഞാൻ എല്ലാ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ആളാണ്, എല്ലാം മത്സ്യം മാംസമൊക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് അടുത്തിരിക്കുന്ന ആള് ഇത് ഒന്നും കഴിക്കാത്ത ആളാണ്. എന്ന് വെച്ച് ഞാൻ അയാളോട് നിർബന്ധപൂർവ്വം പറയാവോ, നിങ്ങൾ ഇത് കഴിക്കണം, ഈ ചിക്കൻ എടുത്ത് നോക്ക്, ഇത് കഴിക്കുന്ന, ഈ ബീഫ് കഴിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് അയാളുടെ അവകാശത്തെ നിഷേധിക്കുകയാണ്. അയാൾ ഇഷ്ടമില്ലാത്ത നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പം പോർക്കോ അല്ലെങ്കിൽ ബീഫിനോടോ താല്പര്യം ഇല്ലാത്ത ആളായിരിക്കും. പക്ഷെ അയാൾക്കത് എന്നോട് നീ അത് കഴിക്കണ്ട എന്ന് പറയാനുള്ള അവകാശമില്ല. അതാണ്. പക്ഷെ ഇവന്മാരുടെ വിചാരം ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രമേ നടക്കുകയുള്ളൂ. ഈ അലപലാദികളാണ് ലോകത്ത് എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യക്കാരെ നാട്ടിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്, ഓരോ ഭക്ഷണ രീതികളുണ്ട്. അതിനനുസരിച്ചുള്ള മര്യാദ കാണിക്കണ്ടേ? ഇപ്പം എല്ലാ രാജ്യത്തും അവിടുത്തെ വസ്ത്രധാരണം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം തന്നെ ആയിരിക്കണം അവിടെ ചെയ്യേണ്ടതെന്ന് വാശി പിടിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്ന നമുക്ക് അതിന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. പക്ഷെ വേറൊരാളുടെ നാട്ടിൽ ചെന്നിട്ട്, അയാളുടെ രാജ്യത്ത് ചെന്നിട്ട് നീ അങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറയാന്ന് വെച്ചാൽ എന്താ കാര്യം? അവർക്കൊക്കെ ഇത് കിട്ടിയാൽ പോരാ, ഇനി നല്ലതുപോലെ കിട്ടണം, കിട്ടിയതിൽ സന്തോഷം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ തന്നെ വേറെ ചില മണ്ടന്മാരുണ്ട്, ഈ വിശ്വാസം തലക്ക് പിടിച്ച് പ്രാന്തായിട്ട് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതിലൊരു ഉദാഹരണം കാണിച്ചു തരാം, ഒരു വീഡിയോ ഒന്ന് കണ്ടോക്ക്.
ഇത് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ കണ്ടില്ലേ, അതിലെ ആ സ്വാമി തനിക്ക് പറക്കാനുള്ള കഴിവ് കിട്ടി, പൂജയ്ക്ക് ശേഷം പറക്കാനുള്ള കഴിവ് കിട്ടി, ഞാൻ സൂപ്പർമാനായി, എനിക്ക് വലിയ പവർ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ മലയുടെ മുകളിൽ നിന്നെടുത്ത് ചാടിയതാ. പക്ഷെ പറന്നത് താഴേക്കായിപ്പോയി, ആൾ വടിയായി. ഇതിനൊക്കെ എന്താ പറയാ, അത് കണ്ടുകൊണ്ടിരിക്കാൻ വേറെ കുറെ മണ്ണപ്പായി. കഴിഞ്ഞിട്ടില്ല, വേറൊരു വീഡിയോയും കൂടി ഉണ്ട്. ഇതാ ഇവിടെ ഒരു ചേച്ചി കണ്ടല്ലോ. എന്റെ പൊന്നു ചേച്ചി, ആ പാവം ശിവൻ എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ ആ ശിവന്റെ മണ്ടയിലോട്ട് വലിച്ചു കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ വിശ്വാസമൊക്കെ ഓക്കെ, നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പലതരം നേർച്ച വഴിപാടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു മുട്ടിലെഴുതുന്ന നേർച്ചയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ശയനപ്രദീക്ഷണം ആണെങ്കിൽ ഓക്കെ, അതെന്തുകൊണ്ടോ ഓക്കെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വയ്യാതായി മടുത്തു, ഇത് ചെയ്ത് മടുത്തു, ഉരുണ്ട് വയ്യാതാകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് ചെയ്യാം. നമ്മളൊന്ന് എനിക്കൊന്ന് കിടക്കണം, അല്ലെങ്കിൽ ഒന്ന് മാറി അല്പം നേരം ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സഹായം ചെയ്യാം, അല്ലെങ്കിൽ സ്വയം കഴിയുമെങ്കിൽ നമുക്ക് തന്നെ അവിടെ നിന്ന് മാറാം, അതിൽ നിന്ന് ഒഴിവാകാം. ഇമാതിരി കഴപ്പ് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിക്കണ്ടേ? അവിടെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആര് വന്ന് ശിവന്റെ തലയെ മണ്ടയിലോട്ട് ഇടാനാണ്? വിശ്വാസമൊക്കെ ആകാം, പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം മണ്ടത്തരങ്ങളാവരുത്. അതിനകത്ത് അങ്ങനെ ശരിക്കും ഒന്ന് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാറ പൊട്ടിച്ച് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചേച്ചിയുടെ പ്രാർത്ഥന ശിവൻ കേൾക്കട്ടെ, അല്ലാതെ ഇപ്പം ഞാൻ വേറെ എന്ത് പറയാനാ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.